CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ രംഗത്ത്. കേരള രാഷ്ട്രീയത്തിൽ MV ഗോവിന്ദൻ ഒരധികപ്പറ്റാണെന്നും പാർട്ടിയെ നയിക്കുവാൻ അദ്ദേഹത്തിന് കെൽപ്പില്ലെന്നും G. സുധാകരൻ തുറന്നടിച്ചു. പാർട്ടിയെ നയിക്കുന്നതിൽ ഗോവിന്ദൻ പരാജയമാണെന്നും അദ്ദേഹം ആരോപിച്ചു. അല്ല, MV ജയരാജൻ എൻ്റെ പേര് പറഞ്ഞല്ല. ഇല്ല, എൻ്റെ പേര് MV ജയരാജൻ പറഞ്ഞല്ല, വേറെ രണ്ടുപേരുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ MV ജയരാജനെ തിരുത്തി MV ഗോവിന്ദൻ വന്നു. വർഗവഞ്ചേർ എപ്പോഴും വർഗവഞ്ചേരാണ്. തിരുത്തേണ്ടത് പാർട്ടി നേതാക്കളാണോ പാർട്ടിയാണോ? തെറ്റുപറ്റിയാൽ ആര് തിരുത്തിയാലും നല്ലതാണ്. തിരുത്താത്തവർ ചരിത്രത്തിൻ്റെ ചവറ്റുകൂട്ടയിലായിരിക്കും. വ്യക്തിയായാലും പാർട്ടിയായാലും ഭാരവാഹിയായാലും. MV ഗോവിന്ദൻ എൻ്റെ പേര് പറയേണ്ട യാതൊരു സാഹചര്യമില്ല. പാർട്ടിയിലേക്ക് തിരികെ എടുക്കണം എന്ന് MV ജയരാജൻ പറഞ്ഞത് വേറെ രണ്ടുപേരെ പറ്റിയാണ്, കുഞ്ഞിക്കണ്ണനെയും പിന്നെ ഗോവിന്ദനെ പറ്റി. എന്നെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ പേര് പറയേണ്ട യാതൊരു കാര്യവും ഗോവിന്ദനില്ല. അപ്പോൾ ഗോവിന്ദൻ്റെ എന്താ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള വകതിരിവുകേടാണത്. ഞാൻ അയാളെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഗോവിന്ദൻ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. വർഗം എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. ഞാനിതൊക്കെ വിശദീകരിച്ചു. ഞാൻ യോഗങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് വർഗം, എന്താണ് വർഗവഞ്ചകൻ. ഗോവിന്ദൻ ഇതൊന്നും അറിയില്ല. വലിയ സൈദ്ധാന്തികനാണ്. നിങ്ങൾ പത്രക്കാർ കൊടുത്ത യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു ലേബൽ കൊടുക്കുക. ഒരു സൈദ്ധാന്തികനും അറിയത്തില്ലല്ലോ, അല്ലെ ഇത് പറയില്ലല്ലോ. അപ്പം അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഒന്നിൽ ഒഴിയണം, അല്ലെ പാർട്ടി അയാളെ പുറത്താക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. CPM ഒരുപാട് അധപതനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും 5 ലക്ഷം അംഗങ്ങളുള്ള ആ പാർട്ടിയിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന, മാർക്സിസത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഉണ്ട്. നേതൃത്വത്തിൽ പലർക്കും പല പ്രശ്നം. അതിൽ ആ നേതൃത്വത്തിലിരുന്ന് ആ പാർട്ടിക്കെതിരായി, സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗോവിന്ദൻ. അത് നശിക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജില്ലയായ കണ്ണൂരിൽ 5 സീറ്റ് UDF ജയിച്ചിരിക്കുന്നു. അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല, ഒരു വിഷമവുമില്ല. പണ്ട് ഒരു സീറ്റൊക്കെ കഷ്ടിച്ച് 5 സീറ്റാണ് സ്വന്തം ജില്ലയിൽ പോയത്. അപ്പോൾ തൊഴിലാളി വർഗത്തെയും കർഷക വർഗം, ഇതാണ് വർഗങ്ങൾ. ഞങ്ങളുടെ വർഗങ്ങൾ തൊഴിലാളി വർഗവും കൃഷിക്കാരുമാണ്. എതിർവർഗം മുതലാളി വർഗം, സാമ്രാജ്യത്വ വർഗം, ഭൂഷാവർഗം. മൊത്തത്തിൽ ഭൂഷാവർഗത്തിന് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് അല്ലെങ്കിൽ മുതലാളി വർഗത്തിന് സന്തോഷമുണ്ടാക്കി സ്വന്തം വർഗത്തെ പരാജയപ്പെടുത്തുന്ന ആളാണ് വർഗത്തെ വഞ്ചിക്കുന്നതെങ്കിൽ ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. സൈദ്ധാന്തികമായി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. പ്രായോഗികമായി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചു. അതിൻ്റെ ആശയങ്ങളല്ല പറയുന്നത്. ഞാൻ CPMൽ നിന്ന് പുറത്താക്കപ്പെട്ടതല്ല, ഞാൻ രാജിവെച്ചതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നപ്പോൾ അത് വർഗവഞ്ചനയാവുന്നത് എങ്ങനെ? അതെങ്ങനെ? പാർട്ടി ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് മെമ്പർമാർക്ക് രാജിവെക്കാം. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാണെങ്കിൽ പുറത്താക്കും. രാഷ്ട്രീയ കാരണമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പുതുക്കാതെ മാറിയത് ഒത്തിരി കാലം കഴിഞ്ഞാൽ ഇതൊക്കെ വെളി വന്നത്. അപ്പോൾ പാർട്ടി ഭരണഘടനയിൽ തന്നെ ഒരു മെമ്പർക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ രാജിവെച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. രാജി അംഗീകരിക്കില്ല. ഞാൻ സ്വയം മാറിയതാണ്. പാർട്ടിയെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ രാജ്യം പോയി ഇതെന്ന് പറഞ്ഞതാണ്. അവരെല്ലാം അംഗീകരിച്ചതാണ്. അപ്പോൾ വർഗവഞ്ചകൻ ഗോവിന്ദനല്ലേ? പാർട്ടി ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ആളല്ലേ വർഗവഞ്ചകൻ? നാണമില്ല ആ സീറ്റിലിരിക്കാൻ. എന്താണ് അദ്ദേഹം പറയുന്ന പോലെ തിരിയുമോ നിങ്ങൾക്ക്? അദ്ദേഹം പറയുന്ന പോലെ നിങ്ങൾക്ക് തിരിയുമോ? മലയാള ഭാഷയിൽ തെറ്റില്ലാതെ പറയാൻ അറിയാമോ? കോടാനുകോടി വരുന്ന ഈ നാട്ടിലെ വിദ്യാസമ്പന്നരും പ്രബുദ്ധരും ഒക്കെ ആയിട്ടുള്ള ജനങ്ങളോട് സംസാരിക്കാൻ ഈ സെക്രട്ടറി കൊള്ളാവോ? ഗോവിന്ദനോട് കാര്യം മനസ്സിലാക്കണം. വായടയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ CH കടാരൻ്റെയും AKGയുടെ EMSൻ്റെ കാലത്ത് പാർട്ടി വന്ന ആളാണ്. ഗോവിന്ദനൊന്നും അന്ന് പാർട്ടിയിലില്ല, വളരെ ജൂനിയറാണ്. ഞാൻ ഇന്ന് വരെ ഗോവിന്ദനെതിരെ ഒരു അക്ഷരം സംസാരിച്ചു. അവസാനം കൊത്തി പുറത്ത് കയറി കൊത്തുകാണും. ഒരു കാര്യമില്ല എന്നെ പറ്റി പറയാൻ. ഞാൻ വർഗവഞ്ചകനാണ്. നിങ്ങളാണ് വർഗവഞ്ചകൻ. വർഗത്തെ ആരാണോ വഞ്ചിക്കുന്നത് അവരാണ്. ഞാൻ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചിട്ടില്ല. ഞാൻ കൃഷിക്കാരെ വഞ്ചിച്ചു. അവർക്ക് വേണ്ടിയാണ് ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു പാർട്ടിയിൽ ചേർന്നിട്ട് പോലുമില്ല. കോൺഗ്രസിൻ്റെ ചളിക്കുണ്ടിൽ വീണമെന്ന് വേറെ പോയിട്ട് ഞാനൊരു ചളിക്കുണ്ടിലും വീണില്ല. ഞാനൊരിടത്തും പോയില്ല. കോൺഗ്രസ് ചളിക്കുണ്ടാണെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസും മുസ്ലിം ലീഗും DMK അടങ്ങുന്ന മുന്നണിയിലല്ലേ CPM ഉം CPI യും 2 4 പാർലമെന്റ് സീറ്റ് കിട്ടുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെ അല്ലേ?
രാജസ്ഥാനിൽ ഒരു സീറ്റ് കിട്ടുന്നത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയല്ലേ? പറ. കേരളത്തിൽ നിന്ന് ആകെ ഒരു സീറ്റാണ് കിട്ടിയത് സ്വന്തം ശക്തിയിൽ. അങ്ങനെ ഒറ്റ സീറ്റിലേക്ക് ഈ പാർട്ടിയെ കേരളത്തിൽ എത്തിച്ച ഈ ഗോവിന്ദന് നാണമില്ലേ സംസാരിക്കാൻ? ആ സ്ഥാനം രാജിവെച്ച് നോക്കണം. നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ മേലിൽ ഞാൻ കടക്കരുവിനെ പോലെ തൂങ്ങിക്കിടക്കുന്നത്? പാർട്ടിയെ പറ്റി അറിയാവുന്ന പരിചയമുള്ള എല്ലാവരും. ഞാൻ അപേക്ഷയൊന്നും കൊടുത്തില്ലല്ലോ എന്നെ എടുക്കണമെന്ന്. ഞാൻ അപേക്ഷയൊന്നും കൊടുത്ത് കാത്തിരിക്കുകയല്ലോ. ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ LDF-ലും ഇല്ല, UDF-ലും ഇല്ല. പക്ഷേ മുഖ്യമന്ത്രി സതീശൻ്റെ നല്ല കാര്യങ്ങൾക്ക് ഞാൻ നിയമസഭയിൽ വോട്ട് ചെയ്യും.